ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയാൽ എന്ത് ചെയ്യും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത് ഞാൻ ചോദിക്കാൻ കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. ഭർത്താവ് ഇറങ്ങിപ്പോകുന്ന പോലത്തെ ഒരു അവസ്ഥയല്ല ഭാര്യ ഇറങ്ങിപ്പോയ കാര്യം. നിമിഷം നേരം കൊണ്ട് ഈ പുരുഷന് നേരെ ഒരുപാട് തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള ചില മുനകൾ വന്നങ്ങ് നിൽക്കും. അതായത് അവള് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ്, നിനക്ക് അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, നിനക്ക് പൗരുഷം ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇവര് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് ഇവനെ കൊണ്ടുവന്നങ്ങ് എത്തിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അഭിമാനബോധമുള്ള ഒരു പുരുഷന് പിന്നെ പുറത്തിറങ്ങാൻ ഒക്കത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭർത്താവ് ഇറങ്ങിപ്പോയാൽ ഒരു സ്ത്രീയുടെ അവസ്ഥ ശരിക്കും അങ്ങനല്ല. കാര്യം ഭർത്താക്കന്മാര് പുരുഷനാണ് എന്നുള്ള ഒരു ലേബലിൽ തന്നെ കുറേയൊക്കെ അങ്ങ് ഡൈല്യൂട്ട് ആകും. പക്ഷെ അങ്ങനല്ല ഒരു വൈഫ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും പിന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ നിർബന്ധിച്ചായിരിക്കും പല വിവാഹം നടത്തിവിട്ടേക്കുന്നത്. അങ്ങനെ പല ഇഷ്യൂ ഉള്ളത് കൊണ്ടും ഒക്കെ, അല്ലെങ്കിൽ ശരിക്കും ജീവിതത്തിൽ മടുപ്പ് തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റാതെ വർഷങ്ങളോളം കൂടെ കഴിയേണ്ടി വരുമ്പോഴോ നല്ല ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിപ്പോ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം അങ്ങ് ചിന്തിക്കുന്നുമില്ല. കാര്യം മനുഷ്യന്റെ അവസ്ഥയാണ്. മനുഷ്യന്റെ മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യാൻ പോണതെന്നൊന്നും ആർക്കും അറിയാനൊക്കത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ തരണം ചെയ്യാം എന്നുള്ളൊരു പോയിന്റിൽ എൻ്റെ ഈ ഫ്രണ്ടിന് ഞാൻ കൊടുത്തൊരു ഉപദേശം എന്നാന്ന് വെച്ചാൽ, എടോ മലോ നോക്കരുത്, നാട് വിടുക. അതായത് ഭാര്യ പോയി പോട്ടെ, നിങ്ങൾ മറ്റൊരു നാട്ടിലേക്ക്, നിങ്ങളെ അറിയാത്ത ഒരു നാട്ടിലേക്ക് പോയി ജീവിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും നമ്മളുടെ ബന്ധുക്കളും നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരും ഇത് പറഞ്ഞ് നമ്മളെ പലപ്പോഴും കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തുന്ന നിമിഷം ചില സമയം നമ്മുടെ പിടിവിട്ടുപോകും. നമ്മളെ മദ്യപാനത്തിലേക്ക് പോകാം, നമ്മളൊരു ആത്മഹത്യ പ്രവണതയിലേക്ക് പോകാം, ശത്രുത കൂടിയിട്ട് നമ്മൾ കൊലപാതകത്തിലേക്ക് പോകാം. ഏറ്റവും നല്ല മാർഗം എന്താ പറയുക, ആ നാട് വിട്ടു പോവുക. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പുതിയ നാട്ടുകാര്, പുതിയ പരിസരങ്ങള്, പുതിയ ആളുകള്, പുതിയ ജോലി, അത് എല്ലാവരെയും കൊണ്ടും അത്ര എളുപ്പത്തിൽ സാധിക്കുകയല്ല. പക്ഷേ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കുത്തി 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 ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും ശരി, ആ ഓർമ്മകളിൽ മറ്റേ ആളെ തളച്ചിടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം നമ്മുടെ നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്: എടോ വല്ലതും നോക്കരുത്, സ്ഥലം വിട്ടോണം. അതിജീവിക്കാൻ അതേ മാർഗമുള്ളൂ. പുതിയ നാടും പുതിയ ആളുകളും ഒക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ പഴയ നെഗറ്റിവിറ്റി ഒക്കെ അങ്ങ് കട്ട് ചെയ്ത് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് മാപ്പ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ജീവിതം തന്നെ കിട്ടും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ആ നാട്ടിൽ നിന്ന് പോവുക എന്നുള്ളതാണ്. പഴയ സൗഹൃദ വലയങ്ങൾ, ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കുക മനഃപൂർവ്വം തന്നെ. എന്നിട്ട് പുതിയൊരു സ്ഥലത്ത് ജീവിതം തുടങ്ങുക. അല്ലാതെ അതിൽ തറഞ്ഞു നിന്നാൽ ജീവിതം പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഉപദേശം നിങ്ങളെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള, എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ കൊടുത്ത ആ ഉപദേശം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം.